ഉത്രട്ടാതി നക്ഷത്രക്കാർ കൂടുതലും ശാന്ത സ്വഭാവമുള്ളവരും ഗൗരവമുള്ളവരും നിലനിൽപ്പ് ഉറപ്പുള്ളവരുമാണ്. അവരിൽ ധാരാളം ആത്മസംയമനം കാണാൻ പറ്റും. ഇവർക്ക് സഹനശീലവും മാനസിക ശക്തിയും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് വൈകി വരുന്ന കാര്യങ്ങൾ ഇവർക്ക് എന്തായാലും നിലനിർത്താൻ പറ്റും. പലപ്പോഴും ഇവർ തോറ്റു പോവാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആരോടൊക്കെ ക്ഷമിക്കണം, ആരോടൊക്കെ ക്ഷമിക്കരുത്, ഇതൊന്നും ഇവർക്ക് അറിയില്ല. എല്ലാവരെയും ഒരേപോലെ ഇവർ കാണും. ചിലപ്പോൾ കണ്ണടച്ച് വിശ്വസിച്ചു എന്നും വരും. ഇവരുടെ കാഴ്ചപ്പാട് വിപുലമാണ്. അതുകൊണ്ട് സാമൂഹികമായ ഇടപെടലുകളും ദാർശനികമായ ചിന്താഗതിയും കൂടുതലായിരിക്കും. വ്യവഹാരത്തിനെ ആത്മാവിനെയും സമന്വയിപ്പിച്ചിട്ടാണ് ഇവർ കൂടുതലും ചിന്തിക്കാറുള്ളത്. വ്യക്തമായ ലക്ഷ്യങ്ങളോടെയും സമാധാനപരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കുമാണ് ഇവർ എപ്പോഴും ലക്ഷ്യമിടാറുള്ളത്. തന്ത്രപരമായിട്ടും ധീരപരമായിട്ടും ഒരു തീരുമാനത്തിലെത്തി അത് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇവരുടെ ഒരു ശീലം. അതുകൊണ്ട് ഇവർക്ക് ഏത് മേഖലയും ഇവർക്ക് നന്നായിരിക്കും, ഏത് മേഖലയിലും ഇവർക്ക് ശോഭിക്കാനും കഴിയും. എല്ലാത്തിലും ഒരു സ്ഥിരതയും ഒരു അധ്വാനവും ഇവർക്ക് ഉണ്ടായാൽ മാത്രം മതി. അതിൽ എന്തായാലും ഇവർ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഔദ്യോഗികമായിട്ടൊരു മികച്ച സ്ഥാനത്തെത്താൻ ഇവർക്ക് കൂടുതലും നന്നായിട്ട് സാധിക്കും. വ്യക്തിത്വം വളരാൻ ധൈര്യവും ക്ഷമയും ഇവർക്ക് എന്തായാലും ഉണ്ടാവും. വിവാഹപരമായിട്ട് പൊരുത്തം നോക്കുകയാണെങ്കിൽ ചോതി, ചിത്തിര, തിരുവാതിര, പുണർദം ഈ 4 നാളുകാരുമായിട്ട് ഇവർക്ക് എന്തായാലും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. കാരണം ആത്മീയമായും സഹജമായിട്ടുള്ളൊരു ബന്ധം വികസിപ്പിക്കാൻ ഇവർ 2 പേർക്കും കഴിയും. അതുമാത്രമല്ല, നന്മയും ശാന്തതയും പ്രകടമാകുന്നവരെയും ആത്മീയമായിട്ട് ചിന്താഗതിയും മനസ്സിൻ്റെ ഉള്ളിൽ തൊടുന്നവരെയും ഇവർ കൂടുതലും ആകർഷിക്കാറുണ്ട്. വിശ്വാസവും ആത്മബഹുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇവർ കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത്. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം 10 പേരിൽ 8 പേരും അത് ശരിയായിട്ട് തന്നെ വന്നു. അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി. ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്.